DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 ജനുവരി മാസം 1 മുതൽ ഫെബ്രുവരി 28 വരെ നമ്മുടെ വീടുകളിലേക്കും പ്രദേശങ്ങളിലേക്കും വീണ്ടും സർക്കാർ ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരുമടങ്ങിയ കർമ്മസേനാംഗങ്ങൾ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്ന നടപടി സംസ്ഥാനത്ത് സജീവമായിരിക്കുകയാണ്. കേരളത്തിന്റെ ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും പൊതുജനങ്ങളിൽ നിന്നും നേരിട്ട് സ്വരൂപിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രദേശത്തിൻ്റെയും വികസനാവശ്യങ്ങൾ മനസ്സിലാക്കി അവിടങ്ങളിൽ അനുയോജ്യമായ വികസനം എത്തിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ, പദ്ധതികൾ എന്നിവയിൽ ജനകീയ അഭിപ്രായം രൂപീകരിക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതയ്ക്കനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനുമാണ് ഈ പദ്ധതി കൊണ്ട് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മുടെ വീടുകൾ, തൊഴിൽശാലകൾ, കൃഷിയിടങ്ങൾ, ഫ്ളാറ്റുകൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, ഗ്രാമീണ തൊഴിലുറപ്പ് മേഖലകൾ, പൊതു ഇടങ്ങൾ, വ്യാപാര കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കർമ്മസേനാംഗങ്ങൾ സന്ദർശിച്ച് അഭിപ്രായങ്ങൾ ശേഖരിക്കും. സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടി 2026 ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയാണ് സംഘടിപ്പിക്കുന്നത്. സാമൂഹിക സന്നദ്ധ സേനാംഗങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് പ്രോഗ്രാം നടപ്പാക്കുക. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അസംബ്ലി തലത്തിലും ജില്ലാതലത്തിലും ഉചിതമായ ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓരോ പ്രദേശത്തിൻ്റെയും വികസനാവശ്യങ്ങൾ, നടപ്പിലാക്കിയ പദ്ധതികളുടെ പോരായ്മകൾ, ക്ഷേമ പെൻഷൻ, ക്ഷേമനിധി, ബോർഡ് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികളുടെ നടത്തിപ്പ് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ, സർക്കാരിൻ്റെ മറ്റു പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ച അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തുടങ്ങിയവ ശേഖരിച്ച് ഭാവി വികസനത്തിന് ഉപകരിക്കുന്ന രേഖയായി പഠന റിപ്പോർട്ട് മാറ്റുകയാണ് ലക്ഷ്യം. സർക്കാർ പ്രതിനിധികളായ സന്നദ്ധ പ്രവർത്തകർ സംസ്ഥാനത്തെ 85 ലക്ഷം വീടുകൾ സന്ദർശിച്ച് സർക്കാർ നടപ്പാക്കിയ ക്ഷേമവികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് അഭിപ്രായങ്ങളും ഭാവി പദ്ധതികൾ സംബന്ധിച്ച ആശയങ്ങളും നിർദ്ദേശങ്ങളും ചോദിക്കുന്നതാണ്. പരിശീലനം സിദ്ധിച്ച 85,000-ലധികം സാമൂഹ്യസേവാ സന്നദ്ധ പ്രവർത്തകരാണ് സംസ്ഥാനത്ത് ഈ പ്രവർത്തനം നടത്തുന്നത്. വീടുകളിലെത്തി വിവരങ്ങൾ തേടുന്നതിനു പുറമെ വിവിധ സാമൂഹ്യ കൂട്ടായ്മകളുടെ ചർച്ചകൾ സംഘടിപ്പിച്ചും അഭിപ്രായങ്ങൾ സമാഹരിക്കും. രാജ്യത്താദ്യമായാണ് ഒരു സർക്കാർ ഇത്തരത്തിലൊരു ബഹുജന അഭിപ്രായ രൂപീകരണ ദൗത്യം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയും ജില്ലകളിൽ ജില്ലാ കളക്ടർമാരും അധ്യക്ഷന്മാരായ സമിതികളാണ് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. അതിനാൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യവും, നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാർ ഭാഗത്തു നിന്നുള്ള ക്ഷേമ നടപടികൾ ആവശ്യമുണ്ടെങ്കിൽ അക്കാര്യവും, നിങ്ങളുടെയും പ്രദേശത്തിൻ്റെയും വികസനത്തിനു വേണ്ടി നടപ്പിലാക്കേണ്ട എന്തെങ്കിലും പദ്ധതികളെക്കുറിച്ച് സർക്കാർ സംവിധാനത്തെ അറിയിക്കുവാനുണ്ടെങ്കിൽ അക്കാര്യവും ജനുവരി 1 മുതൽ ഫെബ്രുവരി 28 വരെയുള്ള ഈ ക്യാമ്പയിൻ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എത്തുമ്പോൾ അറിയിക്കുക. ഇതെല്ലാം കൃത്യമായി ക്രോഡീകരിച്ച് ഭാവിയിൽ അനുകൂലമായ നടപടികൾ ഉണ്ടാകുന്നതാണെന്നാണ് അറിയുന്നത്. മറ്റുള്ളവരിലേക്ക് കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.